അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ടൊരു ബിരിയാണി ഉണ്ടാക്കിയല്ലോ, കന്നഡ സ്റ്റൈൽ ബിരിയാണി കേട്ടോ. അപ്പോൾ ഞാനൊരു ആവശ്യമുള്ള 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചു. ഇനി നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതെല്ലാം ചതച്ച് വയ്ക്കുക. പുതിനയില, മല്ലിയില നമ്മൾ പേസ്റ്റാക്കി എടുക്കുക. 2 തക്കാളിനെയും പേസ്റ്റാക്കി വയ്ക്കുക. ഒരു കുക്കർ വെച്ച് കൊടുക്കുക. നമ്മുടെ മസാലകളെല്ലാം ഇട്ട് കൊടുക്കുക. നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പെരുംജീരകം അങ്ങനെ എല്ലാം ചേർത്ത് കൊടുത്തു. ഒരു സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഇനി നമ്മുടെ പച്ചമുളക് ഇഞ്ചി ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുക. നന്നായി വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മല്ലിയില, പുതിനയില പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. നന്നായി വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മുടെ തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതും നന്നായി വഴറ്റി കൊടുക്കുക. ഇതെല്ലാം നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ കയ്യിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്കിത് വെജിറ്റബിൾ ബിരിയാണി ഐറ്റം ചെയ്യാം. അപ്പോൾ കുറച്ച് ചിക്കൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാനതങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഈ ചിക്കൻ ഒന്ന് വേവാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തു. അതിനുശേഷം നമ്മൾ അരി എടുത്തു കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കുക്കറിൽ ഒരു വിസിലടിച്ചു. നമ്മുടെ അടിപൊളി ബിരിയാണി റെഡിയായി.